വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ എടുക്കുന്ന IT ക്ലാസ്സുകളുടെ പ്രാക്ടിക്കൽസ് ചെയ്തു നോക്കാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടുള്ള കുറച്ച് ആപ്പുകൾ, നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ആപ്പുകളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരുന്ന ഒന്നാണ് പൈത്തണും HTMLഉം നമുക്ക് എങ്ങനെ ആപ്പ് ഉപയോഗിച്ച് പഠിക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ആ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു. അതിൽ പൈറോയിഡ് എന്നാണ് പൈത്തൺ ആപ്പിൻ്റെ പേര്. പൈറോയിഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. കുറച്ച് എളുപ്പമുള്ള ഒരു ആപ്പാണ് പൈറോയിഡ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ കുറച്ചും കൂടി നല്ലൊരു ആപ്പാണ് Python 3L എന്നുള്ളത്. പക്ഷേ എളുപ്പത്തിൽ ചെയ്യാൻ കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു പൈറോയിഡ് എന്നുള്ളതാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ഇവിടെ പൈറോയിഡ് ആപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ പൈറോയിഡ് ആപ്പ് ഞാനിവിടെ നിന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് എങ്കിലും കുറച്ചൊന്ന് ചെയ്ത് പഠിക്കാൻ, ആ കോഡുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമുക്കിതൊന്ന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു ചെറിയൊരു പ്രോഗ്രാം ഇവിടെ ടൈപ്പ് ചെയ്യാണ്. ഫോർ ലൂപ്പ് വെച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് നോക്കാം. ബ്രാക്കറ്റിനുള്ളിൽ പ്രസ് ചെയ്യുക. ഇത് 9ാം ക്ലാസ്സിൽ തന്നൊരു പ്രോഗ്രാമാണ്. ഇത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഞാൻ ആകെ ഒരു ചെറിയൊരു പ്രോഗ്രാം ഇവിടെ കൊടുത്തത് പ്രിൻ്റ് ആമ്പിനാന്ന് കൊടുത്തു. എന്നിട്ടൊന്ന് ഇത് ചെയ്യണം. അപ്പോൾ ഇതാണ്ട് ഇവിടെ ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത പ്രോഗ്രാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ 10th ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടർട്ടിൽ വെച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ മുകളിലുള്ള ബാക്ക് ബട്ടൺ അടിക്കുന്നു. ന്യൂ ഫയൽ കൊടുക്കുകയാണ്. ഇനി ഞാൻ അടുത്ത പ്രോഗ്രാം ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്ന പ്രോഗ്രാമാണ്. എറർ ഒന്നും വരുത്താതെ കൃത്യമായിട്ട് ഇതിവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ പ്ലേ ബട്ടൺ അമർത്തുകയാണ്. അപ്പം നമുക്കിതൊന്ന് വലുതാക്കണമെങ്കിൽ ഒന്ന് നിങ്ങളുടെ സ്ക്രീൻ ഒന്ന് വലുതാക്കിയാൽ മതി. അങ്ങനെ ഈ ഒരു പ്രോഗ്രാം നമുക്കവിടെ ചെയ്ത് കാണാൻ പറ്റും. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത് തന്ന പ്രോഗ്രാംസൊക്കെ നമുക്കിവിടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സേവ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിച്ചു തന്നത്. പിന്നെ അതേപോലെ തന്നെ കോഡുകളൊക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് പഠിക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ HTML ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്പ് ഉണ്ട്, HTML ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക്. അതിൻ്റെ പേര് anWriter എന്ന് പറഞ്ഞ HTML ആണ്. anWriter ഫ്രീ HTML എഡിറ്റർ. ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തു. വെൽക്കം എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇവിടെയും ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇനി ഇവിടെയാണ് നമുക്ക് കോഡ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു വിൻഡോ വന്നിരിക്കുന്ന കോഡ് ടൈപ്പ് ചെയ്യാനുള്ള വിൻഡോ ആണ്. അവിടെ നമ്മൾ കോഡ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ 10th ടെക്സ്റ്റിലെ ആദ്യത്തെ പ്രോഗ്രാമാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തത്. അപ്പോൾ നമുക്കിതൊന്ന് റണ്ണ് ചെയ്ത് കാണണം, നമുക്കൊന്ന് കാണണം. അതിന് വേണ്ടിയിട്ട് താഴെയുള്ള ഈ പ്ലേ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ജസ്റ്റ് നമ്മളിവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഈ പ്ലേ ബട്ടൺ അമർത്തിയാൽ നമുക്കതൊന്ന് കാണാൻ പറ്റും. അതേപോലെ സേവ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പക്ഷേ ഞാനിവിടെ കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കോഡുകളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ഓക്കെ, അതേപോലെ തന്നെ ലാസ്റ്റ് പ്രോഗ്രാം നമുക്കിവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാം. ഇനി പുതുതായിട്ടൊരു ഫയൽ എടുക്കണമെങ്കിൽ ഈ പ്ലസ്സിലൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇനി അടുത്ത പ്രോഗ്രാം നമുക്കിവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. 10th ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റത്തെ പ്രോഗ്രാമാണിത്. ഇത് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെയ്ത് കാണാം. അതിന് വേണ്ടിയിട്ട് ഈ പ്ലേ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇതിവിടെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇതേപോലെ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന കോഡുകളൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്ത് പഠിക്കാവുന്നതാണ്. പൈത്തണും അതുപോലെ തന്നെ ഈ HTMLഉം. പിന്നെ വേറെ ഒരു ആപ്പും കൂടി ഉണ്ട് HTMLന് വേണ്ടിയിട്ടുള്ളത്. വേറെ 2 ആപ്പുകളും കൂടി ഉണ്ട് HTML ഒക്കെ ചെയ്ത് പഠിക്കാനും അതേപോലെ തന്നെ പൈത്തൺ ചെയ്ത് പഠിക്കാനും. അതിൽ കുറച്ചും കൂടി എളുപ്പം തോന്നിയ 2 ആപ്പുകളാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ബാക്കി 2 ആപ്പുകളും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാവുന്നതാണ്. അതൊക്കെ ചെയ്ത് നോക്കാം. ജിംബ് എന്ന് പറഞ്ഞ ആപ്പുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ന്യൂ ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് സാധാ പോലെ
ഇതിനകത്ത് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചിത്രങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്, പിക്ചേഴ്സൊക്കെ വരയ്ക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.